അങ്ങനെ ഇന്നും രാവിലെ തന്നെ നല്ല മഴയാണ്. എന്തായാലും സ്കൂളുകൾക്ക് അവധി കൊടുത്തു. രാവിലെ തന്നെ പൊന്നുട്ടിയും മിന്നുട്ടിയും വന്നിട്ട് എൻ്റെ അച്ഛനെ കട്ടിൽ നിന്ന് വിളിച്ചുണർത്തി ഒരാവശ്യം ചോദിച്ചു. വേറൊന്നുമല്ല, അവർക്ക് പേപ്പർ ബോട്ട് ഉണ്ടാക്കണം. അതുകൊണ്ട് വീട്ടിലുള്ള പഴയ ഏതൊക്കെയോ കല്യാണങ്ങൾക്കൊക്കെ എടുത്ത് വന്ന് അച്ഛനോട് കൊടുത്ത് അച്ഛനെ കൊണ്ട് പേപ്പർ ബോട്ട് ഉണ്ടാക്കിപ്പിക്കുകയാണ്. കുട്ടികളുടെ ഒരു കൗതുകമാണ്. നമ്മളൊക്കെ എല്ലാവരും പണ്ട് ഇത് ഉണ്ടാക്കി കളിച്ചവർ തന്നെയാണ്. അപ്പൊ എന്തോ ഒരു ഇതിൽ ഞാൻ തന്നെ അങ്ങനെ പറഞ്ഞപ്പോ എന്നാ പേപ്പർ ബോട്ട് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ട് അച്ഛനെയും വിളിച്ച് അവര് രാവിലെ തന്നെ പേപ്പർ ബോട്ട് ഉണ്ടാക്കാണ്. അപ്പൊ ഒന്നിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർക്ക് രണ്ടാമത്തത് വേണം, രണ്ടെണ്ണം വേണം. ഒന്ന് ഉണ്ടാക്കിയ പോലെ ഒന്ന് ഉണ്ടാക്കി കിട്ടിയ സന്തോഷത്തിലാണ് പെൺകുട്ടി ഉള്ളത്. അത് ആ മുഖത്തുണ്ട്, പ്രകടനത്തിലുണ്ട്. ആ അച്ഛൻ അതാ രണ്ടാമത്തെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ ഉറക്കക്ഷീണം നല്ലോണം പുള്ളിയുടെ മുഖത്തുണ്ട്. അപ്പൊ രണ്ടെണ്ണം ഇതാ പെൺകുട്ടിക്കും മിന്നുട്ടിക്കും കിട്ടിയിരിക്കുകയാണ്. ഇനിയിപ്പം വെള്ളക്കെട്ടും തേടി പോകുന്ന പോക്കാണ്. അങ്ങനെ ചെറിയൊരു വെള്ളക്കെട്ട് കണ്ട്, പക്ഷെ വെള്ളക്കെട്ടൊന്നും പറയാൻ പറ്റൂല, ചെറിയൊരു വെള്ളക്കെട്ടേക്കും തരുന്നത്. അതിൽ ബോട്ട് നീങ്ങുന്നില്ല, അതായത് പേപ്പർ തോട് നീങ്ങുന്നില്ല. അതിൽ അവർക്കൊരു വിഷമമുണ്ട്. മഴത്തുള്ളി ഉണ്ട്, മഴത്തുള്ളി അതിൽ വീണാൽ തീർച്ചയായിട്ടും അത് മുങ്ങിപ്പോകും. അപ്പൊ അത് കഴിഞ്ഞ് മറ്റൊരിടത്തിട്ടു, അവിടെയും എന്തില്ല, കല്ലൊക്കെ ഉള്ളതുകൊണ്ട് ഇതങ്ങോട്ട് ഓടുന്നില്ല. പിന്നെ മഴത്തുള്ളി ഉണ്ട്. അപ്പൊ വേറെ വെള്ളക്കെട്ടും തേടി ഇങ്ങനെ പോകുന്ന പോക്കാണ്. തലയിൽ തൊപ്പിയും വെച്ച് മുന്നിൽ ഒരാളെ കൊടയും ചൂടി ഇങ്ങനെ പോകുന്ന ഒരു പോക്കാണ് അല്ലെ. നിങ്ങളുടെ വീട്ടിലുള്ള ഇത്തരത്തിലുള്ള ചെറിയ കുട്ടികൾക്ക് ഇതുപോലുള്ള പേപ്പർ ബോട്ടുകളൊക്കെ ഈ മഴക്കാലത്ത് ഉണ്ടായി കൊടുത്ത് പഴയകാല സ്മരണയിലേക്ക് അവരെ കൊണ്ടുപോകണം. വീട്ടിന്റെ മുറ്റത്തുള്ള ചെറിയ ചെറിയ വെള്ളക്കെട്ടുകളിൽ, അപകടമുണ്ടാവാത്ത വെള്ളക്കെട്ടുകളിലേക്ക് വിട്ട് ഇതൊക്കെ ഒന്ന് ഒഴുകി കളിക്കാനുള്ള അവസരം അവർക്ക് ഉണ്ടായി കൊടുക്കണം എന്നുള്ളതാണ് വീഡിയോ ജ്യൂസറിന് പറയാനുള്ളത്. അല്ലാതെ മൊബൈൽ ഫോണിന് മുന്നിൽ അഡിക്റ്റ് ആവുന്ന ഒരു തലമുറയല്ല, ഇതുപോലെ കളിച്ച് രസിക്കുന്ന തലമുറ തന്നെയാണ് ഇനിയും വേണ്ടത്.